ഒരു ജോയിന്റ് പ്രോപ്പർട്ടിയുടെ സഹ ഉടമ നടത്തിയ തീരാധാരത്തിന്മേലുണ്ടായ തർക്കത്തെ തുടർന്ന് കക്ഷികൾ കോടതിയെ സമീപിക്കുകയുണ്ടായി. ഒരു കൂട്ടർ ആ വസ്തു സഹ ഉടമയിൽ നിന്ന് തീരാധാരം വഴി വാങ്ങുകയാണുണ്ടായത്. ഈ വിവരമറിഞ്ഞ രണ്ടാമത്തെ സഹ ഉടമ വസ്തുവിൽപ്പനയെ ചോദ്യം ചെയ്തു. ഒരു സംയുക്ത വസ്തുവിന്റെ സഹ ഉടമയ്ക്ക് മുഴുവൻ വസ്തുവും മറ്റു ഉടമകളുടെ സമ്മതമില്ലാതെ വിൽക്കാൻ അധികാരമുണ്ടോ എന്നതായിരുന്നു സുപ്രീം കോടതിയിലെത്തിയ കേസിലെ പ്രധാന ചോദ്യം. ഒരു സംയുക്ത വസ്തു മുഴുവനായും ഒരു സഹ ഉടമയ്ക്ക് മറ്റു ഉടമകളുടെ സമ്മതമില്ലാതെ വിൽക്കാനാകില്ല. അതിനാൽ പ്രസ്തുത കേസിൽ ഒരു സഹ ഉടമ മറ്റു ഉടമകളുടെ സമ്മതമില്ലാതെ വസ്തു മുഴുവനായി തീരാധാരം നടത്തിയത് അസാധുവാണെന്ന് കോടതി വിധിന്യായത്തിൽ വിലയിരുത്തുകയുണ്ടായി. കാരണം ഒരു സഹ ഉടമയ്ക്ക് അയാളുടെ അൺഡിവൈഡഡ് ഷെയറിൽ വരുന്ന വസ്തു മാത്രമേ വിൽക്കാൻ കഴിയൂ. സംയുക്ത ഉടമസ്ഥാവകാശത്തിന്റെ കേസുകളിൽ ഓരോ സഹ ഉടമയ്ക്കും മൊത്തം വസ്തുവിൽ അവിഭാജ്യ ഓഹരിയുണ്ടാകും. അതിനാൽ ഒരു സഹ ഉടമയ്ക്ക് മറ്റു ഉടമകളുടെ സമ്മതമില്ലാതെ അയാളുടെ അവിഭാജ്യ ഓഹരിയായി വരുന്ന വസ്തു മാത്രമേ വിൽക്കാൻ കഴിയുകയുള്ളൂ. പ്രസ്തുത കേസിൽ വസ്തുവിന്റെ ഉടമസ്ഥാവകാശം വിഭജിക്കാതെ കൂട്ടായി തന്നെയാണ് നിലനിന്നിരുന്നതെന്നും സഹ ഉടമകൾ തമ്മിൽ വസ്തുഭാഗം വച്ചിട്ടുണ്ടായിരുന്നില്ല എന്നും കോടതി കണ്ടെത്തുകയുണ്ടായി. ചുരുക്കിപ്പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ ഗോലം ലാൽചന്ദ് എസ് കെ വേഴ്സസ് നന്ദുലാൽ ഷാ കേസിൽ 2024 KHC ഓൺലൈൻ 8309 പ്രസിദ്ധീകരിച്ച വിധിപ്രകാരം ഓഹരി നിശ്ചയിക്കാത്തതും അളന്നുതിരിക്കാത്തതുമായ ഒരു സംയുക്ത വസ്തു മറ്റ് സഹ ഉടമകളുടെ സമ്മതമില്ലാതെ ഒരു സഹ ഉടമയ്ക്ക് വിൽപ്പന നടത്താനാവില്ല. വസ്തുഭാഗം വയ്ക്കുന്നതുവരെ മറ്റ് സഹ ഉടമകളുടെ ഉടമസ്ഥാവകാശത്തിന് ഹാനികരമായ ഒന്നും ചെയ്യാൻ പാടുള്ളതല്ലെന്നും പ്രസ്തുത സഹ ഉടമയോട് കോടതി ഉത്തരവിട്ടു. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.